പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ചാ സ്ഥാപനം 70 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കഥ പറയൽ മത്സരം നടത്തി. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ LP വിഭാഗം കുട്ടികൾക്കായി ഞാനൊരു കഥ പറയാം എന്ന പേരിൽ കഥ പറയൽ മത്സരം നടത്തി. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ 2 ഗ്രൂപ്പുകളായിട്ടാണ് മത്സരിച്ചത്. സമ്മാനിച്ചിട്ട് പറഞ്ഞു, മകനെ തെക്കാറസ്, ഇത് മാന്ത്രിക ശക്തിയുള്ള 2 മെഴുകു ചിറകുകളാണ്. അവരുടെ ചങ്ങാതിമാരുടെ ഒപ്പം പയർ തോട്ടത്തിലേക്ക് പോയി. അങ്ങനെ എല്ലാവരും വേഗത്തിൽ പയർ കഴിക്കുമ്പോൾ നമ്മുടെ തീറ്റിപ്പണ്ടാരമായ മുയൽ, എന്തിനാ അമ്മേ കുഞ്ഞുകരയുന്നേ? മോനെ, ഞങ്ങൾ വിശന്നിട്ട് 2 ദിവസമായി. നിറയെ ഇളം പുല്ലുകൾ, പുല്ലും തിന്ന് വയറു നിറഞ്ഞ് തല ഉയർത്തിയപ്പോൾ ആടിന്റെ കൊമ്പുകളിൽ ഇലകളും പള്ളികളും കുടുങ്ങി. ചെന്ന് മൺകുടമെടുത്തു. വേണ്ട വിക്കൂ, അതിലെന്തെങ്കിലും അപകടം കാണും. നാട്ടിലാണല്ലേ താനിരുന്നിടം കുറിയാണെന്ന് അതുകൊണ്ട് അറിയുന്നു. അത് കണ്ട മുന്നണി സിംഹത്തിന്റെ മേൽ ചാടി കളിക്കാൻ തുടങ്ങി. ഇവ തെരേസ, നിയ ലിജേഷ്, നിമ്രിൻ സേറ, ഫൈഹ ഫിറോസ്, ഹെക്ടർ ജോഷോ, ഫാത്തിമ ഹൈസ് എന്നിവർ വിജയികളായി. VK ശശിധരൻ മാസ്റ്റർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേൾക്കുന്നവർക്കും ഇയാൾ പറഞ്ഞ ആശയങ്ങളും കിട്ടുകയാണ്. ഇല്ലായ്മയെ കുറിച്ച് പറഞ്ഞു, വിശപ്പിന്റെ വിലയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ മറ്റുള്ളവരുടെ കുറവുകളിൽ അവരെ കളിയാക്കുകയും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുകയും സ്വന്തം കുറവുകളെ കുറിച്ച് ബോധ്യമുള്ളവരാകുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.